ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു കേട്ടോ. ഇന്നിപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നത് താജ്മഹൽ ഇപ്പോൾ ഒരു പ്രശ്നമായിരിക്കണം. എനിക്ക് എൻ്റെ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, അല്ലെങ്കിൽ ഈ BJP സുഹൃത്തുക്കളോട് പറയാനുള്ളത്, താജ്മഹൽ എന്ന് പറയുന്നത് ഒരു മുസ്ലിം പള്ളി അല്ല കേട്ടോ. ഇനി ഷാജഹാൻ പണിതു, മുംതാസിൻ്റെ കബറുകൾ അതിലുണ്ട്, ഷാജഹാൻ്റെ കബറുകൾ അതിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് അതൊരു മുസ്ലിം ആരാധനാലയമായിട്ട് താജ്മഹലിന് ഒരു ബന്ധവുമില്ല. ഇതിവിടെ പറയാൻ കാരണം എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. കാണിച്ചു തരാം, ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. കാരണം നമ്മൾ ഒരുപാട് മുസ്ലിം പള്ളികൾ ഇന്ത്യയിൽ BJP ഗവൺമെൻറ് ഇടപെട്ട് അല്ലെങ്കിൽ ഓരോ ഹർജി ഓരോ കേസിൻ്റെ പേരിൽ പൊളിച്ചിട്ടുണ്ട്. ഇപ്പോൾ താജ്മഹൽ പൊളിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് ഒരു പുള്ളി ഒരു ഹർജി കൊടുത്തിരിക്കുന്നു. അതിൻ്റെ വീഡിയോ ഒന്ന് നിങ്ങൾ കണ്ടു നോക്കിക്കോട്ടോ. എന്ന ശിവക്ഷേത്രമായിരുന്നു എന്ന് പരിശോധിക്കണമെന്നുള്ള മാധ്യമപ്രവർത്തകൻ ഋത്വിക് ഭട്ടാചാര്യയുടെ ഹർജിയാണ് കോടതി പരിഗണിക്കുന്നത്. അലഹബാദ് ഹൈക്കോടതിയുടെ ലഖ്നൗ ബെഞ്ചാണ് ഹർജി സ്വീകരിച്ച് അടിയന്തര വിശദീകരണം തേടിയത്. താജ്മഹൽ യഥാർത്ഥത്തിൽ തേജോ മഹാലയ എന്ന ശിവക്ഷേത്രമായിരുന്നു എന്ന് പരിശോധിക്കണമെന്നുള്ള മാധ്യമപ്രവർത്തകൻ ഋത്വിക് ഭട്ടാചാര്യയുടെ ഹർജിയാണ് കോടതി പരിഗണിക്കുന്നത്. അലഹബാദ് ഹൈക്കോടതിയുടെ ലഖ്നൗ ബെഞ്ചാണ് ഹർജി സ്വീകരിച്ച് അടിയന്തര വിശദീകരണം തേടിയത്. അപ്പോൾ കേസ് നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലേ? താജ്മഹൽ പൊളിക്കാൻ വേണ്ടി ഒരു പുള്ളിക്കാരൻ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഇത് ചെയ്യുന്നത് ഒരു മത തീവ്രവാദം മനസ്സിൽ കൊണ്ട് നടക്കുന്നവനാണെന്നുള്ളതിൽ ഒരു സംശയവും വേണം. അപ്പോൾ ഇത് ചെയ്യുന്നൊരു മത തീവ്രവാദികൾ അല്ലെങ്കിൽ മതദുഷ്ടചിന്ത മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഓരോ വ്യക്തികളാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും നമുക്ക് വേണ്ട കേട്ടോ. കാരണം ഒരു മുസ്ലിം ദേവാലയം അല്ലെങ്കിൽ ഒരു മുസ്ലിം ഭരണാധികാരി പണിതത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇപ്പോൾ ഇതാ താജ്മഹലും കൂടി അവർ പൊളിക്കണം, താജ്മഹൽ മറ്റൊരു ക്ഷേത്രമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇതാ വന്നിരിക്കുന്നത്. ഒരു മുസ്ലിം ഭരണാധികാരി പണിതുകൊണ്ടാണോ എന്നെനിക്കറിയില്ല. പക്ഷേ എന്നാലും കാണിക്കുന്നതൊക്കെ തെണ്ടിത്തരമാണ്. കാരണം മുസ്ലിങ്ങളെ എങ്ങനെ ആക്ഷേപിക്കാം, എങ്ങനെ തകർക്കാം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ചില വ്യക്തികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവരോട് പറഞ്ഞു കൊടുക്കുക, ഈ താജ്മഹൽ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ്. നമുക്കറിയാലോ, ഒരുപാട് ജാതി മതഭേദമന്യേ അതിലൊരുപാട് ആളുകൾ വിസിറ്റ് ചെയ്യുന്ന ഒരു ലോകാത്ഭുതമാണ്. അല്ലാണ്ട് ഈ താജ്മഹലിന് മുസ്ലിം ദേവാലയമോ മുസ്ലിം പള്ളിയോ മുസ്ലിം ആരാധനാലയമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. ഷാജഹാൻ്റെ മുംതാസിൻ്റെ മക്ബറ അല്ലെങ്കിൽ അവരുടെ ശവകുടീരം ഒരു മക്ബറയായിട്ട് പോയി അവിടെ പോയി സിയാറത്ത് ചെയ്യുക ദുആ ചെയ്യുകയൊന്നും ചെയ്യുന്നില്ല. ഒരു അത്ഭുതം എന്ന നിലയിൽ നമ്മൾ പോയി താജ്മഹൽ കാണുന്നു എന്നുള്ളൂ. അതൊക്കെ ഈ പൊട്ടന്മാരോട് ആരെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അവന്മാർ അതും ഇത് പൊളിക്കുമെന്നൊക്കെ പറഞ്ഞ് നടക്കും. ഇനി പുറത്ത് കുത്തപ്പിനാറായിരിക്കും, കാരണം അതിന് മുസ്ലിം പേരാണല്ലോ. ഇനി അതുപോലെ തന്നെ ഒരുപാട് ഇതുകളിങ്ങനെ ഒരു നമ്മുടെ രാജ്യത്തെ ഐക്യം ഇല്ലാതാക്കാൻ വേണ്ടി ചെയ്യുന്ന ഓരോ പ്രവൃത്തികളാണെന്ന് ദയവായി എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കാം. താജ്മഹൽ എന്നൊക്കെ പറഞ്ഞ വർഷങ്ങളായിട്ട് ലോകാത്ഭുതങ്ങളിലൊന്നായിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ്. ഒരു ആങ്സൈറ്റി തന്നെ, എന്താ പറയുക, നമുക്കതൊരു കണ്ണിന് കുളിർമേകുന്നൊരു കാഴ്ചയാണ്. അവിടെ ഒരു ക്ഷേത്രമാണെന്നും പറഞ്ഞ് അത് പൊളിക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ എന്താ പറയുക, കലാപങ്ങൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ ദുഷ്ടപ്രവൃത്തി ചെയ്യുക എന്നുള്ള ചില വ്യക്തികൾ ചില പാർട്ടിക്കാരുടെ സപ്പോർട്ട് പിടിച്ചൊക്കെ ചെയ്യുന്നൊരു കാര്യമാണ്. ആരുടെ പേരും മറ്റൊന്നും ഞാൻ ഇവിടെ എടുത്തു പറയുന്നില്ല. നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വേറെ ഒന്നും പറയാനില്ല. ബൈ.